യൂട്യൂബ് ചാനൽ സെന്റ് ജോസഫ്സ് അക്കാഡമി കുറുമശ്ശേരി. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. നമസ്കാരം മക്കളെ, എന്തായി നമ്മുടെ പഠനം? നാളെ എക്സാം. എന്തായി ഇക്വേഷൻ ഒക്കെ നോക്കി കഴിഞ്ഞോ? നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നല്ലോ, അതൊക്കെ ചെയ്ത് പഠിച്ചോ? ഇനി ടൈമില്ല, കുറച്ച് സമയമുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നും തുടങ്ങാത്തവര് നന്നായിട്ട് നോക്കി തുടങ്ങാം. പഠിച്ചു കഴിഞ്ഞവര് ഒന്നുകൂടി റിവിഷൻ ചെയ്യാം. ഓക്കെ, ഞാനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് വന്നേക്കണേ. നമുക്കത് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എഴുതി വെച്ചത്. എന്താ? കൺസിഡർ ദ സീക്വൻസ് 1 1 + √3 1 + √3 1 + 2 √3 എക്സെട്ര. ഇവിടെ എന്താ ചോദിച്ചേ? എ ക്വസ്റ്റ്യനില് റൈറ്റ് ദി ഫോർത്ത് ടൈം. എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് എന്താ? നാലാമത്തെ ടൈമാണ്. നിങ്ങൾക്ക് ഈ ഒരു സീക്വൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം കാര്യം മനസ്സിലാവും. 1 1 + √3 1 + 2 √3. അപ്പൊ അടുത്ത ടൈം എന്തായിരിക്കും? 1 + 3 √3. അടുത്ത ടൈമോ 1 + 4 √3. അത് കഴിഞ്ഞോ 1 + 5 √3. അങ്ങനെ ആയിരിക്കും ഈ ഒരു സീക്വൻസ് പോവുക. എങ്കിൽ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? റൈറ്റ് ദി കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്യാം. എന്ത് വരും? +1 -1 വെട്ടിപ്പോവും. √3. ഇതായിരിക്കും എന്ത്? കോമൺ ഡിഫറൻസ്. വേണമെങ്കിൽ ഇതിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇതിന്റെ ഓൾജിബ്രിക് ഫോം എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെ കണ്ടുപിടിക്കും? dn + f - d യിലൂടെ. അതായത് dn + f - d എന്ന ഇക്വേഷനിലൂടെ ഓൾജിബ്രിക് ഫോം കണ്ടെത്താൻ സാധിക്കും. അതോടെ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ അതുകൂടി എഴുതും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോർഡിനേറ്റ്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഒരു ചതുരം, ആ ചതുരത്തിന്റെ 2 ഓപ്പോസിറ്റ് വെർട്ടെക്സ് തന്നിട്ട് മറ്റു 2 വെർട്ടെക്സുകൾ കണ്ടെത്താനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ 2 കോർഡിനേറ്റ്സ് ഇവിടെ എഴുതാണ്. 4 3 9 7. നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എപ്പോഴും എക്സ് വൈ അങ്ങനെയാണ് കോർഡിനേറ്റ്സ് എഴുതുക. ആദ്യം എക്സ്, അതിനുശേഷം വൈ. ഇതിൽ നിന്ന് എക്സിനെയും വൈനെയും നമുക്ക് വേറെ പേരുകളാക്കി എടുക്കാൻ നോക്കാം. എങ്ങനെയാ? ഇവിടത്തെ എക്സും ഇവിടത്തെ വൈയും. അതിനെങ്ങനെ എഴുതാം? 4 7. ആദ്യം എക്സ് എഴുതണം, പിന്നെ വൈ എഴുതണം. ആ 4 7 എന്ന പോയിന്റ് ഫസ്റ്റ് ലൈനിൽ എഴുതാൻ പറ്റും. ഇതല്ലേ ഫസ്റ്റ് ലൈൻ? ആ ഫസ്റ്റ് ലൈനിൽ 4 7 എന്ന പോയിന്റ് എഴുതാൻ പറ്റും. അടുത്ത പോയിന്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇവിടത്തെ എക്സും ഇവിടത്തെ വൈയും കൂടി പെയർ ചെയ്യാം. ആദ്യം എക്സ് എഴുതണം, അതിനുശേഷം മാത്രമേ വൈ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ആ പോയിന്റ് ഏതാ? 9 3. അപ്പൊ നമുക്ക് എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. 2 കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടെത്തിയില്ലേ? എസിന്റെയും ക്യൂവിന്റെയും. അതാണ് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കിയേ, പി ക്യൂവിന്റെ ലെങ്ത്. ഈ ലെങ്ത് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ് 4, ഇവിടെ എക്സ് 9, വൈ 3, ഇവിടെ വൈ 3. വൈ കോൺസ്റ്റന്റ് അല്ലേ? വൈ കോൺസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണ്? എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുമ്പോഴല്ലേ? ഒരു ലൈൻ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അവിടെ വൈ കോൺസ്റ്റന്റ് ആയിരിക്കും. അത്തരം വരകളുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? x2 - x1 ആയിരിക്കും. x2 എത്രയാ? 9, x1 4. ഉത്തരം എന്ത് വരും? 5 യൂണിറ്റ്സ്. മോഡുലസ് എടുക്കാൻ കാരണം ഉത്തരം പോസിറ്റീവ് ആവാൻ വേണ്ടിയാണ്. നമ്മൾ ഡിസ്റ്റൻസ് ഒരു കാരണവശാലും നെഗറ്റീവ് ആവില്ല, അതെപ്പോഴും പോസിറ്റീവ് തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മോഡുലസ് എടുക്കുന്നത്. ഓക്കെ, എ ക്വസ്റ്റ്യൻ ആൻസർ ഈ 2 പോയിന്റുകൾ കണ്ടെത്തി. ബി ക്വസ്റ്റ്യൻ ആൻസർ ലെങ്ത് ഓഫ് പി ക്യൂ അതും കണ്ടെത്തി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനിയും സാധ്യത നല്ല രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഇത്തവണയും ചോദിക്കും. അതായത് ഒരു പാരലലോഗ്രാം തന്നിട്ട് 3 പോയിന്റ് തരും, 4ാമത്തെ പോയിന്റ് കണ്ടെത്താനും അതുമായിട്ട് ബന്ധമുള്ള വേറെ ക്വസ്റ്റ്യൻസുകളും സബ് ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ ചോദിക്കാൻ സാധ്യത. ഇവിടെ നോക്കിയേ, ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി ഫോർത്ത് വെർട്ടെക്സ്. 3 പോയിന്റുകൾ തന്നിട്ട് 4ാമത്തെ പോയിന്റ് കണ്ടെത്താൻ പറഞ്ഞാൽ ഞാനിത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കാണ്. ഈ 2 പോയിന്റ് തന്നിട്ടുണ്ടല്ലോ, ഇവിടത്തെ എക്സും ഇവിടത്തെ എക്സും കൂടി കൂട്ടാം. 5 9 കൂട്ടുമ്പോൾ എത്രയാ? 14. അതിൽ നിന്ന് ഈ എക്സ് കുറയ്ക്കാം. 14ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്രയാ? 11. ഇതുപോലെ തന്നെ വൈയിലും നമുക്ക് ചെയ്യാം. ഇവിടുത്തെ വൈ എത്രയാ? 8. ഇവിടുത്തെ വൈ എത്രയാ? 6. 8 മാറും കൂട്ടുമ്പോൾ എത്രയാ? 14. 14ൽ നിന്ന് ഈ വൈ കുറയ്ക്കാം. 14ൽ നിന്ന് വൈ കുറയ്ക്കുമ്പോൾ എത്രയാ? 4 കുറയ്ക്കുമ്പോൾ എത്രയാ? 10. അപ്പോൾ ആ ഒരു പോയിന്റ് എന്ത് കിട്ടി? 11,10 എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡയഗണൽ ഓഫ് ദി പാരലലോഗ്രാം. ശ്രദ്ധിക്കുക, ഒരു പാരലലോഗ്രത്തിന്റെ ഡയഗണലുകളുടെ ഇന്റർസെക്ഷൻ, അതുപോലെ തന്നെ ഒരു സ്ക്വയറിന്റെ സർക്കം സർക്കിൾ
സർക്കം സെന്റർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് മിഡ് പോയിന്റ് ആണ്. ഇവിടെ രണ്ട് ഡയഗണലുകൾ ഇന്റർസെക്റ്റ് ചെയ്യണ ഈ ഒരു പോയിന്റ് കണ്ടെത്താൻ പറഞ്ഞാൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മിഡ് പോയിന്റ് ഫോർമുലയാണ്. മിഡ് പോയിന്റ് ഫോർമുല എന്താ? x1 പ്ലസ് x2/2 y1 പ്ലസ് y2/2. എക്സുകളുടെ കൂട്ടുക ബൈ 2 ചെയ്യുക, വൈകൾ കൂട്ടുക ബൈ 2 ചെയ്യുക. ഞാൻ ഈ വര എടുക്കാണ്, ഈ വരയുടെ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കാണ്. x1 എത്രയാ? 3. x2 എത്രയാ? 11. x1ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, x2ന്റെ സ്ഥാനത്ത് 11 കൊടുക്കുക. y1 എത്രയാ? 4. y2 എത്രയാ? 10. എന്തുവരും? 4 പ്ലസ് 10/2. ഉത്തരം എന്താ? 3ഉം 11ഉം 14. 14/2 എത്രയാ? 7. 4ഉം 10ഉം 14. 14/2 എത്രയാ? 7. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു മിഡ് പോയിന്റ് അതായിരിക്കും എന്ത്? രണ്ട് ഡയഗണൽസുകളുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. നിങ്ങൾക്ക് ഡയറക്റ്റ് മിഡ് പോയിന്റ് കണ്ടെത്താനായിരിക്കില്ല ചോദ്യം വരിക, ഇത്തരത്തിലായിരിക്കും ചോദ്യം വരിക. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ നിങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ഉത്തരത്തിലേക്ക് എഴുതുക. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4th ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്? ഈ സീക്വൻസ് നോക്കിയേ 15, 14, 13 എക്സെട്ര കുറഞ്ഞു വരുന്ന സീക്വൻസ് ആണ്. കുറഞ്ഞു വരുന്ന സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കൂടി പോകുന്ന സീക്വൻസിന്റെയോ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് എന്താ? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 14 15 കുറയ്ക്കുമ്പോൾ എന്ത് വരും? -1. അതാണ് കോമൺ ഡിഫറൻസ്. ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി 15th ടൈം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ 15ാമത്തെ ടൈം ആണ് ചോദിച്ചത്. നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം. ഫസ്റ്റ് ടൈമിൽ നിന്ന് 15ാമത്തെ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഫസ്റ്റ് ടൈമിന്റെ കൂടെ 14d കൂട്ടിയാൽ മതി. എങ്ങനെയാണ് ഫസ്റ്റ് ടൈമിൽ നിന്ന് 15ാമത്തെ ടൈം കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ടൈമിന്റെ കൂടെ 14d കൂട്ടിയാൽ മതി. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് 99ാമത്തെ ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് ടൈമിന്റെ കൂടെ 98 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ. അത് നമ്മൾ എത്രാമത്തെ ടൈമാണോ അത് ഫസ്റ്റ് ടൈമിൽ നിന്ന്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന എത്രാമത്തെ ടൈമാണോ അതിൽ നിന്ന് അത്രയും കോമൺ ഡിഫറൻസുകൾ കൂട്ടിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഉദാഹരണം, 5ാമത്തെ ടൈം തന്നിട്ടുണ്ട്, 20ാമത്തെ ടൈം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? 5ാമത്തെ ടൈമിൽ നിന്ന് 20ാമത്തെ ടൈമിലേക്ക് എന്ത് കൂട്ടണം? 15d അല്ലേ കൂട്ടണ്ടേ? അപ്പോൾ 5ാമത്തെ ടൈമിന്റെ കൂടെ 15d കൂട്ടുക. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈം 15, അതോടുകൂടി 14 × d, 15 - 14 1 എന്ന് വന്നു. ഇനി സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാണ്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 31st ടൈം. ശ്രദ്ധിക്കുക, ഒരു കുറുക്ക് വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓഡ് നമ്പർ ഓഫ് ടൈമിന്റെ സമ്മ് ചോദിച്ചാൽ, ഉദാഹരണം 31 ടൈം, അവിടെ ഓടല്ലേ വന്നേണേ. അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഈ രീതി ഉപയോഗിച്ചാൽ മതി. അതായത് മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈം. എങ്ങനെയാണ് ഓഡ് നമ്പർ ഓഫ് ടൈമിന്റെ സമ്മ് ചോദിച്ചാൽ ചെയ്യേണ്ടത്? മിഡിൽ ടൈം, അതായത് സം ഈക്വൽ ടു മിഡിൽ ടൈം മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ്. ഇത് എവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓഡ് നമ്പർ ഓഫ് ടൈംസ് വരുമ്പോൾ. ഓഡ് നമ്പർ ഓഫ് ടൈംസ് വരുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 31 ടൈമിൽ ഓഡ് നമ്പർ ആണ് വന്നേണ് 31 വരെ. അതിന്റെ മിഡിൽ ടൈം ഏതാ? 16ാമത്തെ ടൈം ആയിരിക്കും. 31ന്റെ കൂടെ 1 കൂട്ടുക ബൈ 2 ചെയ്യാം. 32/2 16. 16ാമത്തെ ടൈം ഇൻറ്റു 31 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 31 ടൈമിന്റെ സമ്മ് കിട്ടും. നമുക്ക് 15ാമത്തെ ടൈം കൂടെ അറിയാം. അപ്പോൾ 16ാമത്തെ ടൈം എന്തായിരിക്കും? 1ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയി -1 ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഇവിടെ എന്ത് വരും? 0 × 31. ഏതൊരു സംഖ്യയും 0 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഉത്തരം എന്തായിരിക്കും വരിക? 0. അപ്പോൾ ഇതിന്റെ സമ്മ് എത്രയാ? 0 വരും. ഇത് ഒരു എളുപ്പ വഴിയാണ് ഈ പറഞ്ഞത്. അല്ലാണ്ട് മറ്റൊരു രീതിയിലും ചെയ്യാം. n/2 x1 + xn. അങ്ങനെയും സമ്മ് കണ്ടെത്താം. അത് ജനറൽ കേസാണ്. നമുക്ക് ഈവൻ നമ്പർ വരുമ്പോൾ ഓഡ് നമ്പർ വരുമ്പോൾ ആ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഓഡ് നമ്പർ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു രീതി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ചൈൽഡ് see the top of a telephone tower at an elevation of 80 degree. Stepping 13 meters back, he see it at an elevation of 40 degree. Draw a rough sketch, calculate the height of the tower. നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ ട്രിഗണോമെട്രിയിൽ നിന്ന് കുറെ വാല്യൂസോടെ തരും. ഇവിടെ ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് sin 40, cos 40, tan 40, sin 80, cos 80, tan 80 ഇതെല്ലാം തരും. നിങ്ങൾക്ക് എല്ലാം ആവശ്യമായിട്ട് വരില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാം തരും. നിങ്ങൾ കണ്ടെത്തണം ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്, സൈൻ ആണോ കോസ് ആണോ ടാൻ ആണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ സൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഒരു ടെലിഫോൺ ടവർ
ഇതൊരു ടെലിഫോൺ ടവർ ആണ്. ഇവിടെയായിട്ട് ഒരു കുട്ടി നിൽക്കുന്നു, ചൈൽഡ്. അവന്റെ ഹൈറ്റ് തന്നിട്ടില്ല, അതൊന്നും നമ്മളത് ഹൈറ്റ് വരയ്ക്കണ്ട. ഇവൻ ഈ ഒരു ടെലിഫോൺ ടവറിന്റെ ടോപ്പിലേക്ക് നോക്കി. എത്ര ഡിഗ്രിയിലാ? 80 ഡിഗ്രിയിലാണ് നോക്കിയേക്കണേ. ഓക്കെ, കുറച്ച് നേരത്തിന് ശേഷം സംഭവിച്ചു, സ്റ്റെപ്പിംഗ് 13 മീറ്റർ ബാക്ക്, 30 മീറ്റർ പിന്നിലോട്ട് മാറി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ ടെലിഫോൺ ടവറിലേക്ക് നോക്കി. എത്ര ഡിഗ്രിയിലാണ് കണ്ടേ? 40 ഡിഗ്രിയിലാണ് കണ്ടത്. ഓക്കെ, ഇതാണ് റഫ് സ്കെച്ച്. ഇവിടെ എത്തി ചൈൽഡ്. ഓക്കെ, ഞാൻ ഇതിനൊരു പേര് കൊടുക്കാണ്, ABCD. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, തന്നിരിക്കുന്ന ആംഗിളുകൾ തമ്മിൽ ഇരട്ടി അല്ലെങ്കിൽ പകുതി എന്ന ബന്ധം ഉണ്ട് എങ്കിൽ അവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ തീർച്ചയായും കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയേ, 80 ഡിഗ്രിയും 40 ഡിഗ്രിയും. 40ന്റെ ഇരട്ടിയല്ല 80, അല്ലെങ്കിൽ 80ന്റെ പകുതിയല്ലേ 40. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ രൂപപ്പെടും. അത് ഇവിടെ ആയിരിക്കും രൂപപ്പെടുക. ഞാൻ കാട്ടിത്തരാം. ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100. 100ഉം 40ഉം 140. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 നിന്ന് 140 കുറയ്ക്കുമ്പോൾ 40 ഡിഗ്രി. ഓക്കെ, ഇത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇതൊരു എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കും. ഈ 40ന്റെ ഓപ്പോസിറ്റും ഈ 40ന്റെ ഓപ്പോസിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് എത്രയായിരിക്കും? 30 മീറ്റർ. നമുക്ക് വേണ്ടത് ടവറിന്റെ ഹൈറ്റ് ആണ്, ടെലിഫോൺ ടവർ. ഈ ഒരു ആംഗിൾ നിങ്ങൾക്കറിയാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ നിങ്ങൾക്കറിയാം. ഈ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത്. നമുക്കിവിടെ അറിയാവുന്നതോ അഡ്ജസെന്റ് ഹൈപ്പോടെന്നസ് ആണ് അറിയാവുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോടെന്നസും ബന്ധിപ്പിക്കുന്നത് ആരെയാ? ടാനിനെ. ടാൻ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് അല്ല, ടാൻ അല്ല, സൈൻ. സോറി, സൈൻ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്നസ്. ഇതാണ് സൈൻ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ ആരെയാണ് വേണ്ടി വരുന്നത്? സൈനിനെയാണ്. ടാൻ വരുന്നത് എപ്പോഴാ? ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും വരുമ്പോൾ. കോസ് വരുന്നതോ അഡ്ജസന്റ് സൈഡും ഹൈപ്പോടെന്നസും വരുമ്പോൾ. അത് നിങ്ങൾ സന്ദർഭം നോക്കിയിട്ട് എഴുതുക. ഇവിടെ നമുക്ക് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത്, അതിന്റെ ഹൈപ്പോടെന്നസ് അറിയാം എങ്കിൽ ഞാനിവിടെ സൈൻ 80 എടുക്കാണ്. സൈൻ 80 എന്തരയാ? ഓപ്പോസിറ്റ് സൈഡായ ടവർ ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്നസ് ആയ 30. ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേ ചെയ്യുമ്പോൾ ടവർ എന്ത് വരും? 30 ഇൻറ്റു സൈൻ 80. സൈൻ 80ന്റെ വാല്യൂ നിങ്ങൾക്ക് തരും. ഞാൻ അതിവിടെ എടുത്ത് എഴുതാണ് 0.98. 0.984 എന്നൊക്കെ തരും. നിങ്ങൾ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് എടുത്താൽ മതി. കാരണം മൾട്ടിപ്പിൾ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ 3 ഡിജിറ്റോ 4 ഡിജിറ്റോ ഒന്നും ചെയ്യേണ്ട. പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് എടുത്താൽ മതി. അങ്ങനെയെങ്കിൽ 98ന് 3 എത്രയാന്ന് നോക്കാം. 98ന് 3 എത്രയാ? 294. അപ്പോൾ ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിട, 0 ഉള്ളതുകൊണ്ട് 29.4 മീറ്റർ എന്ന് കിട്ടി. ഇതാണ് എന്ത്? ആ ഒരു ടവറിന്റെ ഉയരം. ഓക്കെ, ഇത് 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അത്യാവശ്യം നിലവാരമുള്ള ഒരു ചോദ്യമാണ്. ഇത് സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത നോക്കിയേ, സെക്കൻഡ് ഡിഗ്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഡിഗ്രി. In a right triangle, one of the perpendicular side is 2 centimeter more than that of the other. Area of the triangle is 24 centimeter square. Find the length of the perpendicular sides. ഒരു മട്ട ത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഇത് രണ്ടുമാണ് അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഇതിൽ ഒരു സൈഡ് മറ്റേതിനെ അപേക്ഷിച്ച് 2 സെന്റിമീറ്റർ കൂടുതലാണ്. ഞാനപ്പോ ഇത് എക്സ് സൈഡ് എടുത്തു, ഇത് x+2 ആയിട്ട് എടുത്തു. കുഴപ്പമില്ലല്ലോ. ഇതിന്റെ ഏരിയ എന്താ? ഹാഫ് BH. ഹാഫ് BH ഈക്വൽ ടു 24 എന്ന് തന്നിട്ടുണ്ട്. ഈ ഹാഫ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? BH ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 24. എന്തൊരു ഹാഫ് അല്ല, 2 ഇൻറ്റു 24 48 എന്ന്. ബിയുടെ സ്ഥാനത്ത് ഞാൻ ഇവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് എക്സ് ആണ്. എച്ചിന്റെ സ്ഥാനത്ത് x+2 എടുക്കാണ്. എന്തുവരും? 48. ഇത് അകത്തേക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. x² + 2x ഈക്വൽ ടു 48. ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഏത് മെത്തേഡിലൂടെ ആയിരിക്കും? സ്ക്വയർ കംപ്ലീഷനിലൂടെ. കാരണം ഇവിടെ ഈവൺ നമ്പറാണ് വന്നേക്കണേ. ഈവൺ നമ്പറാണ് വന്നേക്കണെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. അല്ലെങ്കിൽ 48നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് -b ± √b² - 4ac all divided by 2a എന്ന ഇക്വേഷനിലൂടെയും ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ എളുപ്പം എന്താ? സ്ക്വയർ കംപ്ലീഷൻ ആണ്. സ്ക്വയർ കംപ്ലീഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത്ര എഴുതാം. പ്ലസ് ഈ 2 എന്ന നമ്പറിന്റെ പകുതി എടുക്കുക. 2ന്റെ പകുതി എത്രയാ? 1. 1ന്റെ സ്ക്വയർ ഇവിടെയും കൂട്ടുക, ഇവിടെയും കൂട്ടുക. 1ന്റെ സ്ക്വയർ ആണ് കൂട്ടേണ്ടത്, 1 അല്ല, 1ന്റെ സ്ക്വയർ.
അങ്ങനെയെങ്കിൽ ഇവിടെ 4x ആണ് വന്നേക്കണമെങ്കിൽ എത്രയാണ് കൂട്ടേണ്ടത്? 4ന്റെ പകുതി 2, 2ന്റെ സ്ക്വയർ എത്രയാ? 4. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 6x ആണ് വന്നേക്കണെങ്കിലോ 6ന്റെ പകുതി 3, 3യുടെ സ്ക്വയർ എത്രയാ? 9 ആഡ് ചെയ്യണം രണ്ട് സൈഡിലും. ഇനി ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സ് ഇറക്കി എഴുതാം, ഈ പ്ലസ് ഇറക്കി എഴുതാം, 2ന്റെ പകുതി എടുക്കാം. 2ന്റെ പകുതി എത്രയാ? 1. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതാം? 49. ഈ സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? എക്സ് പ്ലസ് 1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 49. പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എത്രയാ? പ്ലസ് ഓർ മൈനസ് 7. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 7 എന്ന് എഴുതാം, എക്സ് പ്ലസ് 1 ഈക്വൽ ടു മൈനസ് 7 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ എടുക്കേണ്ട കാര്യമില്ല, കാരണം ഡിസ്റ്റൻസ് ഒരു കാരണവശാലും നെഗറ്റീവ് വരില്ല. ഇവിടെ എന്തായാലും നമുക്ക് നെഗറ്റീവ് ഉത്തരമേ വരുള്ളൂ. ഇവിടെ സോൾവ് ചെയ്യാം. എക്സ് ഈക്വൽ ടു 7 മൈനസ് 1 6. അങ്ങനെയെങ്കിൽ ചെറിയ ലെങ്ത് എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ. വലിയ ലെങ്തോ 6 പ്ലസ് 2 8 സെന്റിമീറ്റർ. നമുക്ക് ശരിയാണോ നോക്കാം. ഏരിയ എന്താ? ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 3 എത്ര വരും? ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 8 എത്ര വരും? നമുക്ക് നോക്കാം. 3 ഇൻറ്റു 8 24 അല്ലേ വരാം. 24 നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എവിടെയാ? ഇതേ തന്നിരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെയും നമുക്ക് ചെയ്തത് ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ടാൻജന്റിൽ നിന്ന് ഇത് മിക്കവാറും ഇത്തവണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാറ്റേൺ. ഇവിടെ നോക്കിയേ, രണ്ട് കാര്യങ്ങൾ തുടക്കം തന്നെ പറഞ്ഞത് എ ബിയും ബി സിയും ഈക്വൽ ആണ്. ഇതാണ് എ ബി, ഇതാണ് ബി സി. അപ്പോൾ ഇതെന്താ? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ഒരു പ്രത്യേകത പറയാം. ഈ വരയ്ക്കുന്നത് ഈ പോയിന്റിൽ, ഇതിന്റെ മിഡ് പോയിന്റിലേക്കായിരിക്കും വരാം. ഇത് ഇവിടെ നിന്ന് വരയ്ക്കണം പെർപെൻഡിക്കുലർ. അത് ഈ സെന്ററിൽ കൂടി പാസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതൊന്ന് ഞാൻ ജസ്റ്റ് തുടക്കം തന്നെ വരച്ചു എന്ന് മാത്രം. ഇവിടെ നോക്കിയേ, എക്ക് 4 തന്നേക്കാം. എക്ക് ഏതാ? ഇത് 4 തന്നേക്കാം. ക്യൂ സി ഏതാ? ഇത് 6 തന്നേക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എ എന്ന പോയിന്റ് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്സൈഡ് പോയിന്റ് ആണ്. ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജന്റുകൾ വരയ്ക്കാം? 2 ടാൻജന്റ്. ആ 2 ടാൻജന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതായത് ഇത് 4 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 4 തന്നെ. അതുപോലെ തന്നെ ഇതൊരു ഔട്ട്സൈഡ് പോയിന്റ് ആണ്. ഇവിടെ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റിന്റെ നീളം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് 6 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 6 തന്നെ. എ ബിയും എ സിയും തുല്യമാണ്. എ സി ഇത്, എ ബി ഇത് രണ്ടും തുല്യമാണ്. ഇത് 10 അല്ലേ വരുന്നത്? അപ്പോൾ ഇതും എന്ത് തന്നെ വരണം? 10 തന്നെ വരണം. ഇത് 4 കിട്ടിയ സ്ഥിതിക്ക് എത്രയായിരിക്കും? 6. ഇത് 6 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 6. ഇനി നമുക്ക് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഇസ് ദി ലെങ്ത് ഓഫ് സി പി? സി പിയുടെ നീളം എന്താ? സി പി എവിടെ എന്താണ്? ഇതല്ലേ സി പി? സി പി എത്രയാ? 6 സെന്റിമീറ്റർ. നിങ്ങൾ യൂണിറ്റ് എപ്പോഴും എഴുതണം കേട്ടോ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. പെരിമീറ്റർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 6 മാറും 12, 12 മാറും 18, 18 4 22, 22 4 28, 22 4 26, 26 മാറും 32. പെരിമീറ്റർ എന്ത് കിട്ടി? 32 സെന്റിമീറ്റർ. ഇനി ഏരിയ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്കൊരു കാര്യം അറിയണം. ഹാഫ് ബി എച്ച് ആണ് ഏരിയയുടെ ഇക്വേഷൻ. എച്ച് അറിയില്ല. എച്ച് സിമ്പിൾ ആയിട്ട് പറയാം. നോക്കിയേ, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതെത്രയാ? 6. ഇത് 6. ഇതെത്രയാ? 10. ഇത് 6 ഇത് 10 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ട്രിഗ്നോമെട്രി ട്രിപ്ലെറ്റിന്റെ കാര്യം പറഞ്ഞു. ഒരു റൈറ്റ് ട്രയാങ്കിൾ 3ഉം 4ഉം പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ 5ന്റെ സ്ഥാനത്ത് 10 വന്നേക്കാണ്. ഇവിടെയോ 6 വന്നേക്കാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ എത്ര വരും? 4ന്റെ ഇരട്ടിയായ 8 വരും. അതല്ല പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ എച്ച് എന്ത് കിട്ടി? 8 സെന്റിമീറ്റർ. ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ? 6 മാറും 12. എച്ച് എത്രയാ? 8. എന്ത് വരും? ഈ ഹാഫിനെയും 12നെയും വെട്ടുമ്പോൾ 6 വരും. 6 ഇൻറ്റു 8 എത്രയാ? 48 സെന്റിമീറ്റർ സ്ക്വയർ. എപ്പോഴും ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഒരു സർക്കിൾ, ഇൻ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ബൈ എസ് ആയിരിക്കും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ, എസ് എന്ന് പറഞ്ഞാലോ സെമി പെരിമീറ്റർ. പെരിമീറ്ററിന്റെ പകുതിയാണ് സെമി പെരിമീറ്റർ. പെരിമീറ്റർ 32 അല്ലേ? അപ്പൊ സെമി പെരിമീറ്റർ എത്രയായിരിക്കും? 32ന്റെ പകുതി 16. എന്ത് വരും? 48 ബൈ 16 ചെയ്യുമ്പോൾ എന്ത് വരും? 3 സെന്റിമീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്.
ഓക്കെ. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഇക്വേഷൻ എന്താ? ആർ ഈക്വൽ ടു എ ബൈ എസ്. വേണമെങ്കിൽ ഒരു മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. വെറുതെ ഏരിയയും പെരിമീറ്ററും തന്നിട്ട് അതിന്റെ സർക്കിളിന്റെ റേഡിയസ് എത്ര എന്നൊക്കെ ഒരു മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. 5 മാർക്കിന്റെയോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തരത്തിലും ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് കോർഡിനേറ്റ്സിൽ നിന്ന് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മോഡലിൽ വരയ്ക്കാനായിട്ട് ഉണ്ടായില്ല, പക്ഷെ എല്ലാത്തവണ ചോദിക്കാറുണ്ട് കോർഡിനേറ്റ്സിൽ നിന്ന് വരയ്ക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ വരയ്ക്കുന്നതിന് മുമ്പ് 1-2 വസ്തുതകൾ ഞാൻ പറയാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഒറിജിൻ. ഓക്കെ, ഇതിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റില് എക്സും പോസിറ്റീവ് ആയിരിക്കും, വൈയും പോസിറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സിന്റെ പോയിന്റ് പോസിറ്റീവ് ആയിരിക്കും, വൈയുടെ പോയിന്റ് പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡിലേക്ക് വരുമ്പോഴോ എക്സ് നെഗറ്റീവ് ആവും, വൈ പോസിറ്റീവ് ആവും. തേർഡിലാവുമ്പോൾ എക്സ് നെഗറ്റീവ്, വൈ നെഗറ്റീവ്. ഫോർത്തിൽ വരുമ്പോഴോ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. അവിടെ എക്സും വൈ പോസിറ്റീവ് ആയിരുന്നില്ല, ഇവിടെയോ എക്സും വൈ നെഗറ്റീവ്. ഇവിടെ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. ഇവിടെ എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവ് അല്ലേ, ഇവിടെ വന്നപ്പോഴോ എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും. ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നോക്കിയേ, ഡ്രോ ദി കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദി പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് തന്നേക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കണം. പെൻസിലും സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കണം കേട്ടോ. ഇത് വെറുതെ കൈ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ വരച്ചു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. കൃത്യമായിട്ട് അളന്ന് തന്നെ വരയ്ക്കണം. ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആദ്യം തന്നെ എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്, ഓ. ഇനി ഓരോ സെന്റിമീറ്റർ അകലെ ഒരു 3-4 പോയിന്റുകൾ അടയാളപ്പെടുത്താം. 3-4 മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ആ പോയിന്റുകൾക്ക് പേര് കൊടുക്കാം. പേരല്ല, നമ്പർ മാർക്ക് ചെയ്യാം. എക്സ് ആക്സിസ് വലത്തോട്ട് പോകുന്തോറും പോസിറ്റീവ് ആവും, ഇടത്തോട്ട് വരുന്തോറോ നെഗറ്റീവ് ആവും. വൈ ആക്സിസിൽ മുകളിലോട്ട് പോകുന്തോറും പോസിറ്റീവ് ആവും, താഴോട്ട് വരുന്തോറോ നെഗറ്റീവ് ആവും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഫസ്റ്റ് പോയിന്റ് എന്താ? -2, 3. ഇവിടെ എക്സ് എന്താ? -2 ആണ്, മൈനസ് ആണ്. വൈ എന്താ? പോസിറ്റീവ് ആണ്. എക്സ് മൈനസും വൈ പോസിറ്റീവ് വരുന്നത് എവിടെയാണ് മക്കളെ? സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡിലല്ല എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് വരാം. അവിടുത്തെ എക്സ് എത്രയാ? -2. വൈ എത്രയാ? 3. അപ്പോ -2ന്റെ മുകളിലോട്ട് ഡോട്ടഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാം. 3യിൽ നിന്നോ ഇങ്ങോട്ടും ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. ഡോട്ടഡ് ലൈൻ കണക്ട് ചെയ്തില്ലെങ്കിൽ അത് കണക്ട് ചെയ്യുന്നത് വരെ ഡോട്ടഡ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ആ പോയിന്റിന് പേര് കൊടുക്കാം. ഇവിടുത്തെ പേരെന്താ? എ. എക്ക് പേര് കൊടുക്കുന്നത് എന്താ? -2, 3. ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്താ? B2 - 1. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ് ആണ്. എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും വരുന്നത് എവിടെയാ? ഫോർത്ത് ക്വാഡ്രന്റിലാണ്. എക്സ് പോസിറ്റീവ് 2 നേരെ താഴോട്ട് വരിക, വൈയോ -1 ഇങ്ങോട്ട് വരിക. ഈ 2 പോയിന്റ് കണക്ട് ചെയ്യുന്ന പോയിന്റിന് ബി എന്ന് പേര് കൊടുക്കുക. അതിന്റെ പേരെന്താ? 2, -1. ഇനി അവസാനത്തെ പോയിന്റ് സി. സി എന്താ? 3, 4. 2 പോസിറ്റീവ് ആണ്, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. എക്സ് 3, വൈയോ 4. എന്നിട്ട് ഈ പോയിന്റിന് 3, 4 എന്ന് പേര് കൊടുക്കുക. പേരെന്താ? സി. മനസ്സിലായോ? ഇത്തരത്തിലാണ് കോർഡിനേറ്റ്സ് അടയാളപ്പെടുത്തുക. വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ 3 പോയിന്റുകൾ കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനൊക്കെ പറയാം. അപ്പോൾ ഈ 3 പോയിന്റുകൾ വെറുതെ കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ 4 പോയിന്റ് ഉണ്ടാവും. ആ 4 പോയിന്റ് കണക്ട് ചെയ്ത് കിട്ടുന്നത് എന്ത് രൂപമാണെന്നൊക്കെ ചോദിക്കാം. കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചോദ്യം വന്നിരുന്നു. ചിലപ്പോൾ സ്ക്വയർ ആവാം, ചിലപ്പോൾ റോംബസ് ആവാം, ചിലപ്പോൾ റെക്ടാങ്കിൾ. അത് നമുക്ക് പടം നോക്കിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കോർഡിനേറ്റ്സിൽ നിന്ന് ഇത്തവണ വരയ്ക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. അരിത്തമെറ്റിക് സീക്വൻസ് ഇത് എന്തായാലും 13 മാർക്കാണ് വരിക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലും 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലും 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലും ചിലപ്പോൾ 2 മാർക്കിലും അരിത്തമെറ്റിക് സീക്വൻസ് കാണാൻ സാധിക്കും. 13 to 14 മാർക്കൊക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് വരാം. ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 80ൽ 14 മാർക്ക് എന്ന് പറയുമ്പോൾ 100% മാർക്കായി. അപ്പോൾ നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ചില ക്വസ്റ്റ്യൻസിൽ ബുദ്ധിമുട്ട് വരാറുണ്ട് അരിത്തമെറ്റിക് സീക്വൻസിൽ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി, ഇതൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 6, 10, 14 എക്സെട്ര ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. 6, 10, 14 ഒരു സമാന്തര ശ്രേണിയാണ്. ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി സം ഓഫ് 15 ടൈംസ് ഓഫ് ദി സീക്വൻസ്.
ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു, ഒറ്റ സംഖ്യകൾ വരുമ്പോൾ സമ്മിന്റെ ഒരു കൺസെപ്റ്റ്. ഇവിടെ 15 ടേമിന്റെ സം അല്ലേ ചോദിച്ചാണേ. 15 ടേമിന്റെ സം എന്താ? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം എഴുതിയാ പോരെ. 15 ടേമിന്റെ മിഡിൽ ടേം ഏതാ? 8ാമത്തെ ടേം. മിഡിൽ ടേം കണ്ടുപിടിക്കാനായിട്ട് 15ന്റെ കൂടെ 1 കൂട്ടുക, ബൈ 2 ചെയ്യാം. 16/2 8. 8ാമത്തെ ടേമും ഇൻറ്റു 15 ചെയ്ത് കഴിഞ്ഞാൽ 15 ടേമിന്റെ സം കിട്ടും. ഞാൻ 8ാമത്തെ ടേം കണ്ടുപിടിക്കാണ്. 8ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിന്റെ കൂടെ 7D കൂട്ടിയാൽ മതി. ഫസ്റ്റ് ടൈം എന്താ? 6. അതോടുകൂടി 7 × 4. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 4 ആണ്. 6, 10, 14 അങ്ങനെയല്ലേ പോണേ. അപ്പോ 6 + 28 എന്തുവരും? 34 എന്ന് വരും. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തുവരും? 34 × 15. 34 × 15 ചെയ്യുമ്പോൾ എന്തുവരും? 510 എന്ന് വരും. ആദ്യത്തെ 10 ടൈമിന്റെ സംബന്ധം കിട്ടി. അല്ല, ആദ്യത്തെ 15 ടൈമിന്റെ സംബന്ധം കിട്ടി 510. മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, n/2 x1 + xn. അങ്ങനെ ചെയ്താലും സെയിം ആൻസർ നമുക്ക് കിട്ടും. നമ്മൾ ടൈം കൂടി കൺസിഡർ ചെയ്യണമല്ലോ, അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടൈം ആൻഡ് 16th ടൈം? ആദ്യ പദവും 16ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം. അതിനുവേണ്ടി 16ാമത്തെ ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈമിന്റെ കൂടെ 15D കൂട്ടുക, അല്ലെങ്കിൽ 8ാമത്തെ ടൈമിന്റെ കൂടെ എത്രയാ 8 ഡിഫറൻസ് കൂട്ടിയാലും ഉത്തരം കിട്ടും. എന്തുവരും? 6 + 15 × 4 എന്തുവരും? 6 + 15 × 4 എത്രയാ? 15 × 4 ചെയ്യുമ്പോൾ 15, 30, 60. എത്ര വരും? 66. നമുക്ക് ചോദ്യം എന്താ? 16ാമത്തെ ടൈമും ആദ്യത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസമാണ്. 66 - 6 എത്രയാ? 60. ഇതാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഫസ്റ്റ് 15 ടൈംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 15 ടൈംസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സീക്വൻസ് അതിനകത്തെ ആദ്യത്തെ n ടേമുകളുടെ സമ്മും പിന്നീടുള്ള n ടേമുകളുടെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ, ആദ്യത്തെ n ടേമുകളുടെ സമ്മും പിന്നീടുള്ള n ടേമുകളുടെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. n²d. ഇവിടെ എത്ര ടേമിന്റെ ഡിഫറൻസ് ചോദിച്ചാണ്? 15 ടേമിന്റെ അല്ലേ. അപ്പോൾ എന്ത് വരും? 15ന്റെ സ്ക്വയർ ഇൻറ്റു d. ഇവിടുത്തെ d എന്താ? കോമൺ ഡിഫറൻസ് എന്താ? 4. എന്ത് വരും? 15ന്റെ സ്ക്വയർ 225 ആണ്. 225 × 4 ചെയ്യുമ്പോൾ 900 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇത് ഒരു രീതി. മറ്റൊരു രീതിയിലൂടെ ചെയ്യാം. ടേമുകളുടെ ഡിഫറൻസ് എത്രയാ? 60. 15 ടേമല്ലേ ഉള്ളത്. 60 × 15 ചെയ്യുമ്പോഴും എന്ത് തന്നെ ഉത്തരം വരും? 900 തന്നെ വരും. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. അതല്ല, വേറെ ലോങ് മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ 15 ടൈമിന്റെ സം കണ്ടുപിടിക്കുക, പിന്നീടുള്ള 15 ടൈമിന്റെ സം കണ്ടുപിടിക്കുക, ഡിഫറൻസ് എടുക്കുക. അത് ലോങ് മെത്തേഡാണ്. നമുക്ക് മെത്തേഡ് സിംപ്ലസ്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് പടം വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പടം വരയ്ക്കണം എങ്ങനെയാ? ഇവിടെ എന്താ ചോദിച്ചാണ്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സർക്കിളിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു സർക്കിളിൽ നിന്നും ടാൻജന്റിൽ നിന്നും വരയ്ക്കാനുണ്ട്, മാറിപ്പോരുത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 50 degree, 60 degree and 70 degree and all its sides are tangent to the circle എന്ന് പറഞ്ഞാൽ, ടാൻജന്റ് ടു ദി സർക്കിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സർക്കിൾ അകത്തും പുറത്താണ് എന്ത് വരിക? ട്രയാങ്കിൾ വരിക എന്ന് മനസ്സിലാക്കാം. എന്നാലേ ടാൻജന്റ് ആവുകയുള്ളൂ. സർക്കിൾ അകത്തും ട്രയാങ്കിൾ എവിടെയായിരിക്കും? പുറത്തുമാണ് വരിക. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ നിങ്ങൾക്ക് 3 ആംഗിൾ വരും. 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആംഗിളുകളുടെ സപ്ലിമെന്ററി ആംഗിൾ എത്രയാണെന്ന് നോക്കുക. അതായത് 180 നിന്ന് കുറയ്ക്കുക. ഓരോ ആംഗിളും 180 കുറയ്ക്കുമ്പോൾ എന്ത് വരും? ഓരോ ആംഗിളും 180 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 120, 130, 110. അതല്ല, കുറയ്ക്കാണ്ട് തന്നെ നിങ്ങൾക്ക് പൊട്രാക്ടർ നോക്കിയിട്ടും കണ്ടെത്താം. പൊട്രാക്ടറിൽ നിങ്ങൾ 60 ഡിഗ്രി എടുക്കുക. 60 ഡിഗ്രിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ആംഗിൾ കൂടി വന്നിട്ടുണ്ടാവും. അത് 120 ആയിരിക്കും. 70ഉം 50ഉം ഇതുപോലെ നോക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഈ ആംഗിൾ മാത്രം ഇവിടെ എഴുതാണ്. 130, 120, 110. തന്നെ 2.5 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം. 2.5 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കാം. റേഡിയസ് അടയാളപ്പെടുത്തുക. റേഡിയസ് എത്രയാ? 2.5 സെന്റിമീറ്റർ. ഇനി ഫസ്റ്റ് ആംഗിൾ ആയ 130 ഡിഗ്രി അടയാളപ്പെടുത്താം. 130 ഡിഗ്രി. പിന്നീട് രണ്ടാമത്തെ ആംഗിൾ ആയ 120 ഡിഗ്രി അടയാളപ്പെടുത്താം. സ്വാഭാവികമായും ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. ഇനി ചെയ്യേണ്ട കാര്യം, ഈ ഒരു പോയിന്റിൽ പൊട്രാക്ടർ വെക്കാം. ഈ ഒരു പോയിന്റിൽ പൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം.
ആ 90 ഡിഗ്രി മുകളിലോട്ടും താഴോട്ടും വരയ്ക്കുക. കൃത്യം 90 ഡിഗ്രി എടുത്ത് തന്നെ വരയ്ക്കണം, മുകളിലോട്ടും താഴോട്ടും. എന്നിട്ട് ആ 90 ഡിഗ്രിയുടെ ചിഹ്നവും കാണിക്കാം. ഇതേ രീതി തന്നെ ഇവിടെയും ചെയ്യാം. ഇവിടെ പൊട്ടറായിട്ട് വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കുക, ആ 90 ഡിഗ്രി മുകളിലോട്ടും താഴോട്ടും വരയ്ക്കുക. ഇതേ രീതി തന്നെ നമുക്ക് ഇവിടെയും ഫോളോ അപ്പ് ചെയ്യാം. ഇവിടെ 90 ഡിഗ്രി എടുക്കുക, എന്നിട്ട് 90 ഡിഗ്രി എടുത്തിട്ട് മുകളിലോട്ടും താഴോട്ടും ആ വര വരയ്ക്കുക. കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ അത് കൂട്ടിമുട്ടിക്കുക. കൂട്ടിമുട്ടുന്നില്ല എങ്കിൽ അത് കൂട്ടിമുട്ടുന്ന രീതിയിൽ തന്നെ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ആംഗിൾസ് അടയാളപ്പെടുത്താം. ഇതെത്രയാ? 130 അല്ലേ? ഇതെത്രയായിരിക്കും? 130ന്റെ സപ്ലിമെന്ററി ആംഗിൾ ആയ 50 ഡിഗ്രി. ഇതെത്രയാ? 110 ഡിഗ്രിയാണ്. അപ്പോൾ 110ന്റെ സപ്ലിമെന്ററി ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി. ഇത് 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി. ഓരോ പേര് വേണമെങ്കിൽ കൊടുക്കാം, ABC. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു പടം വരയ്ക്കേണ്ടത്. ഇത് എത്ര മാർക്കിനായിരിക്കും ചോദിക്കുക? 5 മാർക്കിനായിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? മെയിൻ ആയിട്ട് 5 മാർക്കിന് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ട്രിഗണോമെട്രിയിൽ നിന്ന് പഠിച്ചു, അതുപോലെ തന്നെ എന്തിൽ നിന്ന് പഠിച്ചു? നമ്മൾ ഇന്നിപ്പോ വരയ്ക്കാൻ പഠിച്ചു, അതുപോലെ തന്നെ അരിത്മെറ്റിക് സീക്വൻസിൽ നിന്ന് പഠിച്ചു. എല്ലാത്തിൽ നിന്നും 5 മാർക്കിന്റെയും 4 മാർക്കിന്റെയും തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ടൈമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എക്സാം തകർത്ത് എഴുതുക. ഓക്കെ.